മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 21:13 നമുക്ക് ധ്യാനിക്കാം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 21 വേഴ്സ് 13. ഇവിടെ ഇങ്ങനെ പറയാണ്: ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു, അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്, അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. ഒരു വലിയ വ്യവസായിക്ക് സോമൻ, ചന്ദ്രൻ ഇങ്ങനെ 2 ജോലിക്കാരുണ്ടായിരുന്നു. ഇതിൽ ചന്ദ്രനോടായിരുന്നു മുതലാളിക്ക് ഏറെ സ്നേഹം. കാരണം ഏൽപ്പിക്കുന്ന ജോലികൾ അവൻ ഉടൻ ചെയ്തു തീർക്കുമായിരുന്നു. സോമനെ എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചാൽ മുതലാളിക്ക് പിന്നാലെ ചെല്ലേണ്ടി വരും. പക്ഷേ നിർധനനായ അവനെ പിരിച്ചുവിടാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ചന്ദ്രനെ കൂടുതൽ ജോലി ഏൽപ്പിച്ചു. ഓഫീസിലെ ചെറിയ ജോലികൾ സോമന് നൽകി. ഒരിക്കൽ അവസരമൊത്തു വന്നപ്പോൾ സോമൻ ചോദിച്ചു: മുതലാളി, ഞാനും ചന്ദ്രനും അങ്ങേക്ക് ഒരുപോലെയാണെന്ന് പറയാറുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഓഫീസ് പണിയും അവന് മറ്റു നല്ല ജോലികളും? മുതലാളി പുഞ്ചിരിയോടെ പറഞ്ഞു: സോമ, ഈ ഓഫീസിലെ പണി പോലും നീ ഭംഗിയായി ചെയ്യുന്നില്ല. എന്നാൽ അവൻ ഓഫീസിലെയും പുറത്തെയും ജോലികൾ ശ്രദ്ധാപൂർവം ചെയ്യുന്നു. ആ സമയത്താണ് ചന്ദ്രൻ അവിടെ വന്നത്. ചന്ദ്രനെ കണ്ടപ്പോൾ അസൂയാലുവായ സോമന്റെ മുഖം കറുത്തു. ചന്ദ്രൻ വിയർത്തു കുളിച്ചാണ് പുറത്തു നിന്നും വന്നത്. അവനെ കണ്ടപ്പോൾ മുതലാളിക്കും സന്തോഷമായി. എങ്കിലും ഒരു ചെറിയ പരീക്ഷ നടത്തി സോമനെ സത്യാവസ്ഥ മനസ്സിലാക്കാമെന്ന് മുതലാളി ആഗ്രഹിച്ചു. 2 പേർക്ക് ഞാൻ 50 രൂപ വീതം നൽകുകയാണ്. മുതലാളി പോക്കറ്റിൽ നിന്ന് 50 രൂപ വീതം ചന്ദ്രനും സോമനും നൽകി. നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഈ തുക കൊണ്ട് നിങ്ങൾ മുറി നിറയ്ക്കണം. മുറിയിൽ എന്ത് വേണമെങ്കിലും വാങ്ങി നിറയ്ക്കാം. മുറി നിറയണം, അത് മാത്രമേ വ്യവസ്ഥയുള്ളൂ. അത്രയും പറഞ്ഞ് മുതലാളി പുറത്തേക്ക് പോയി. സോമനും ചന്ദ്രനും ലഭിച്ച പണം കൊണ്ട് മുറി നിറയ്ക്കാൻ തീരുമാനിച്ചു. സോമൻ വയലിൽ നിന്നും കുറെ വൈക്കോൽ വാങ്ങി ഒരു മുറി അടച്ചു. അതിന്റെ മുകളിൽ പഴയ കടലാസും ചപ്പ് ചവറുകളും നിറച്ചപ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞു. ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയായി. തന്റെ സുഹൃത്ത് ചന്ദ്രൻ എന്താണ് ചെയ്യുന്നത് അയാൾ വീക്ഷിച്ചു. അയാൾ ഒന്നും ചെയ്യുന്നില്ല, വിട്ടി. ഈ പരീക്ഷയിൽ അയാൾ തോറ്റത് തന്നെ സോമനുള്ളിൽ സന്തോഷിച്ചു. മുതലാളി പറഞ്ഞ ദിവസമായി രാവിലെ തന്നെ മുതലാളി സോമന്റെ വീട്ടിലെത്തി. ചീഞ്ഞു നാറുന്ന വസ്തുക്കളാൽ ഒരു മുറി നിറച്ചിരിക്കുന്നത് സോമൻ വിജയഭാവത്തിൽ കാണിച്ചു. മുതലാളി പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവർ നേരെ ചന്ദ്രന്റെ വീട്ടിലേക്ക് പോയി. മുതലാളിയെ കണ്ടപ്പോൾ ചന്ദ്രനും ഭാര്യയും കുഞ്ഞുങ്ങളും ഓടി വന്നു. എല്ലാവരും നല്ല വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ആ വീട് മുഴുവൻ പെയിന്റ് പൂശി വൃത്തിയാക്കിയിരുന്നു. ചന്ദ്രൻ മുറി നിറച്ചത് എങ്ങനെ? സോമൻ അറിയേണ്ട അതാണ്. അവർ 3 പേരും ഒരു മുറിയിലേക്ക് കയറി. ദൈവത്തിന്റെ ചിത്രത്തിനു മുമ്പിൽ കത്തിയെരിയുന്ന ചന്ദനത്തിരികൾ, ആകെ ഹൃദ്യമായ സുഗന്ധം. നോക്കൂ സോമ, ചന്ദ്രൻ മുറി നിറച്ചത് എങ്ങനെയാണെന്ന് കണ്ടോ? നീയും മുറി നിറച്ചു, പക്ഷെ അതിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. കടുത്ത ദുർഗന്ധവും. അത് ആളുകളെ അടുപ്പിക്കുകയല്ല, അകറ്റുകയല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് 2 വട്ടം ആലോചിച്ച് ചെയ്യുക. ആ വാക്കുകൾ സോമനെ ചിന്തിപ്പിച്ചു. പിന്നീട് അവനൊരു എടുത്തിയാട്ടത്തിനും തുനിഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.